വാർത്തകൾ വിശദമായി. കൊച്ചി തമ്മനത്ത് കുടിവെള്ള ടാങ്ക് തകർന്നു. ജല അതോറിറ്റിയുടെ ടാങ്കാണ് തകർന്നത്. വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി 1.38 കോടി ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത്. വീടുകളുടെ മതിലുകൾ തകർന്നു. വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ടാങ്ക് തകർന്നതിന് പിന്നാലെ നഗരത്തിൽ ഇന്ന് കുടിവെള്ളം വിതരണം മുടങ്ങുമെന്ന് അതോറിറ്റി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഈ ടാങ്ക് തകർന്നതോടുകൂടി നിരവധി വീടുകളിലാണ് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് കൊച്ചി തമ്പനത്തെ ഈ ജല അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് പൊട്ടി അപകടമുണ്ടാകുന്നത്. പ്രധാനമായും ഈ പ്രദേശത്തെ പല വീടുകളിലേക്കും വെള്ളം കയറുകയും മറ്റും ചെയ്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ജല അതോറിറ്റിയുടെ വാട്ടർ ടാങ്കാണ് പൊട്ടി അപകടമുണ്ടായത്. ഏകദേശം 1,38,00,000 ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ടാങ്കറിന്റെ ഒരു ഭാഗമാണ് പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഈ പ്രദേശത്തെ സൃഷ്ടിച്ചത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആ വാട്ടർ ടാങ്കിന്റെ തൊട്ടടുത്തുള്ള വീടാണ്. ആ വീട്ടിലേക്ക് അടക്കം തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെ മതിലടക്കം തന്നെ തകരുകയും ഈ വെള്ളം വന്നതിനെ തുടർന്ന് ഈ മതിലടക്കം തന്നെ തകർന്ന ഒരു നിലയിലേക്ക് അടക്കം പോയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഏകദേശം 10ഓളം ഈ പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതി, കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതി അടക്കമുണ്ടായിരുന്നു. ഇത് ഒരു റോഡാണ്. ആ റോഡിലേക്കാണ് പ്രധാനമായും ഈ ഒരു ഭിത്തി തകർന്ന് ഈ വീടിന്റെ അടക്കം തന്നെ മതിൽ തകർന്നുകൊണ്ട് വീണിട്ടുണ്ടായിരുന്നത്. ഈ റോഡിനടക്കം തന്നെ കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ വെള്ളം വന്ന സമയത്ത് ഈ വീട്ടിലടക്കം തന്നെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളടക്കം ഒഴുകി പോകുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ വീണ് കിടക്കുന്ന വാഹനങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഈ വാട്ടർ ടാങ്ക് പൊട്ടിയതോടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. ഏകദേശം 40 വർഷത്തിലധികം പഴക്കമുള്ള വാട്ടർ ടാങ്കാണ് ഇത്തരത്തിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ മെയിൻ്റെനൻസ് വർക്കടക്കം തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല എന്നും നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അല്പസമയം മുൻപ് കളക്ടർ അടക്കം തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും മറ്റു തുടർ നടപടികൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നൊരു കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ. ഇപ്പോൾ ഈ CITയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു പ്രദേശം വൃത്തിയാക്കുന്നത്. ഈ വാട്ടർ ടാങ്ക് പൊട്ടിയതോടുകൂടി തന്നെ പ്രദേശത്തെ പല സ്ഥലങ്ങളിലേക്കും പല പ്രദേശങ്ങളിലേക്കും ഈ വീടുകളിലേക്ക് അടക്കം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീടിനുള്ളിലേക്ക് തന്നെ വെള്ളം കയറുന്നു, മണ്ണൊലിച്ചു വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ CITയുടെ അടക്കം നേതാക്കൾ വൃത്തിയാക്കുന്ന, അല്ലെങ്കിൽ CITയുടെ അടക്കം തന്നെ നേതാക്കൾ വൃത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ വാട്ടർ ടാങ്ക് പൊട്ടിയത് കൂടെ തന്നെ ഈ കൊച്ചി നഗരത്തിലെ പല പ്രദേശങ്ങളിലും ജലവിതരണം മുടങ്ങും എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഈ തമ്മനത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ എടുത്തു പറയേണ്ടത്, രാത്രി പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആദ്യം പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ മഴ പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം ഈ മഴ പെയ്തതോടെയാണ് ഈ വീടുകളിലേക്ക് വെള്ളം കയറിയതെന്നായിരുന്നു ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ ഒരു വാട്ടർ ടാങ്ക് പൊട്ടിയ വിവരം അറിയുന്നത്. അത് പിന്നീട് ഈ ആളുകൾ തമ്മിൽ പാസ് ചെയ്യുകയായിരുന്നു, അതായത് ആളുകൾ തമ്മിൽ പറയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഒരു പ്രളയത്തിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഈ പ്രദേശത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം വലിയ ഒരു ആഘാതമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. ഒരു വാട്ടർ ടാങ്കിന്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ തകർന്നിട്ടുണ്ടായിരുന്നതും വെള്ളം ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നതും. ഒരു പ്രളയത്തിന് സമാനമായിട്ടുള്ള അന്തരീക്ഷം തന്നെയായിരുന്നു ഈ പ്രദേശത്തടക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ സ്ഥലം സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിപാടികളടക്കം തന്നെ നടന്നത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരും. ആ യോഗത്തിന് ശേഷമായിരിക്കും ഇനി എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. ദീപ്തി, അതുപോലെ തന്നെ ഈ ടാങ്ക് തകർന്നതിനെ തുടർന്ന് നിരവധി നഗരത്തിൽ പല പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം മുടങ്ങുമെന്നാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ഏതെല്ലാം പ്രദേശങ്ങളിലായിരിക്കും ഇത്തരത്തിൽ കുടിവെള്ളം വിതരണം മുടങ്ങുന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ?
പ്രധാനമായും ഈ ടാങ്കറിൽ നിന്നും വെള്ളം നൽകുന്ന ഈ ഏകദേശം 30ഓളം പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കളക്ടർ അടക്കം വന്ന് സന്ദർശിച്ച സാഹചര്യത്തിലാണ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. 30ഓളം പ്രദേശങ്ങളിലാണ് ഈ കുടിവെള്ളം മുടങ്ങുക എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. പിന്നീട് നമുക്കറിയാം ഏകദേശം 1,38,00,000 ലിറ്റർ അടക്കം വെള്ളം സംഭരിക്കാവുന്ന ഈ ഒരു ടാങ്കാണ് പൊട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഈ പ്രദേശത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇനി ഈ ടാങ്കറിൽ ഫുള്ളായി വെള്ളം നിറയ്ക്കണോ എന്ന കാര്യത്തിലടക്കം തന്നെ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതെല്ലാം ഈ ഒരു യോഗത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ എന്തായാലും ഈ ഒരു വലിയ ഒരു അല്ലെങ്കിൽ ഈ ഭാഗമാണ് പൊട്ടിയിരിക്കുന്നത്. ആദ്യം ചെറിയ രീതിയിൽ ഒരു വിള്ളലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അത് പൂർണ്ണമായി അല്ലെങ്കിൽ ഒരു ഭാഗം പൂർണ്ണമായും തകരുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിലുണ്ടായിരുന്ന വെള്ളമടക്കം പുറത്തു വരുന്നൊരു സാഹചര്യം, അത് ഒഴുകിപ്പോകുന്ന സാഹചര്യം, ആ ഒഴുകിപ്പോകുന്ന സ്ഥലത്തുണ്ടായിരുന്ന മതിലടക്കം തന്നെ തകരുന്നു. അടുത്ത വീടുകളിലേക്ക് അടക്കം തന്നെ വെള്ളം കയറുന്നു. മതിൽ തകർന്നതോടെ റോഡും പൂർണ്ണമായും തകർന്ന ഒരു നിലയിലേക്ക് അടക്കം പോകുന്ന തരത്തിൽ ഒരു വാട്ടർ ടാങ്ക് പൊട്ടിയതോടുകൂടി തന്നെ പ്രദേശത്തെ പല വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം അടക്കമാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്, ഈ പ്രളയ സമാനമായിട്ടുള്ള അന്തരീക്ഷം തന്നെയായിരുന്നു ഈ പ്രദേശത്ത് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതിൽ പ്രധാനമായും അവർ ആരോപിക്കുന്നത് ഈ മെയിൻ്റനൻസ് വർക്ക്, ഈ ടാങ്കിൻ്റെ ഏകദേശം 40 വർഷത്തിലധികം പഴക്കമുള്ള ടാങ്കാണ്. ആ ടാങ്കിൻ്റെ മെയിൻ്റനൻസ് വർക്കൊന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. 40 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു. അതിന് മെയിൻ്റനൻസ് വർക്കൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു സംഭവവും ഇവിടെ നടന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം ഇനി ഈ ടാങ്കറിൽ ഫുള്ളായി വെള്ളം നിറയ്ക്കേണ്ട സാഹചര്യമുണ്ടോ എന്നതിലടക്കം തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത് ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഈ ഒരു കാര്യത്തിലടക്കം ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം നേരത്തെ ഈ കളക്ടർ അടക്കം തന്നെ ഈ സ്ഥലം സന്ദർശിക്കുന്നു, അതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ഇനി മന്ത്രി റോഷി അഗസ്റ്റിൻ വരുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും എന്തായിരിക്കും ഈ കാലപ്പഴക്കം തന്നെയാണ് ഈ ടാങ്കർ പൊട്ടാനുള്ള കാരണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനമടക്കം നടത്തേണ്ടതുണ്ട്, ഒരു ചർച്ചയടക്കം തന്നെ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി ഈ വാട്ടർ ടാങ്കിൽ വെള്ളം നിറയ്ക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ വെള്ളം ഫുള്ളായി നിറയ്ക്കേണ്ടതുണ്ടോ എന്ന സാഹചര്യം അടക്കം വിലയിരുത്തേണ്ടതുണ്ടെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ എന്തായാലും വലിയ ഒരു നാശനഷ്ടം തന്നെയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ വീടുകളിലടക്കം തന്നെ വെള്ളം കയറുന്ന സാഹചര്യം, ഇലക്ട്രിക് ഉപകരണങ്ങളിലേക്കടക്കം തന്നെ ഈ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടെന്നാണ് ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതാണ് വണ്ടികളടക്കം തന്നെ ഒഴുകിപ്പോയ ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയൊരു ഭീകരാന്തരീക്ഷം തന്നെ ഈ പ്രദേശത്ത് സൃഷ്ടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പുലർച്ചെ 2 മണിയോടെ ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത്രത്തോളം ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഒരു അപകടം. ആദ്യം ഈ പുറത്തിറങ്ങുമ്പോൾ വെള്ളം വരുന്നു, അത് മഴ പെയ്തത് മൂലമായിരിക്കാം ഈ ഒരു വെള്ളം കയറിയതെന്ന് വിചാരിക്കുന്നു. പിന്നീടാണ് ഈ വാട്ടർ ടാങ്കിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകൾ ഈ ഒരു ശബ്ദം കേട്ടതും ഈ ആളുകളോട് പറഞ്ഞതും വാട്ടർ ടാങ്ക് പൊട്ടിയെന്ന വിവരം പറയുന്നതും. അതിനുശേഷമാണ് പിന്നീട് അധികൃതരടക്കം തന്നെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ശേഷമായിരിക്കും മറ്റു തീരുമാനങ്ങളടക്കം ഉണ്ടാവുക. നേരത്തെ തന്നെ എന്തായാലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും വെള്ളം മുടങ്ങുമെന്നൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ വീടുകളിൽ വീടുകളുടെ ഉള്ളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. നിരവധി വീടുകളിലെ വാഹനങ്ങളടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വീടുകളിലടക്കം ഈ വീടുകളിലെ ആളുകൾ, പ്രദേശവാസികളടക്കം വീടുകളിൽ തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? നേരത്തെ ഈ വാട്ടർ ടാങ്ക് പൊട്ടിയതോടുകൂടി വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ആളുകൾ ഒന്ന് പാനിക്കായെങ്കിലും ഇപ്പോൾ ഈ വീടുകളിലേക്കടക്കം തന്നെ വെള്ളം കയറിയത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രദേശവാസികളാണെങ്കിലും മറ്റ് CITU ആളുകളാണെങ്കിലും അടക്കം ഈ സ്ഥലത്തെത്തുന്നു. ഈ വീടുകൾ ക്ലീൻ ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വീടിൻ്റെ ഉള്ളിലേക്കടക്കം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വീടിനുള്ളിലേക്കടക്കം വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ട്.
ആ മണ്ണും കല്ലും അടക്കം കയറിയിട്ടുണ്ട്. അതെല്ലാം തന്നെ വൃത്തിയാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ സ്ഥലത്തുള്ള അല്ലെങ്കിൽ പ്രദേശത്തുള്ള മറ്റ് വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയതടക്കം തന്നെ ഈ വെള്ളം കയറിയതോടുകൂടി മണ്ണടക്കം തന്നെ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ശരി. കൊച്ചി തമ്മനത്ത് കുടിവെള്ള ടാങ്ക് തകർന്നു. ജല അതോറിറ്റിയുടെ ടാങ്കാണ് തകർന്നത്. വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഉള്ളത്. 1.38 കോടി ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് തകർന്നിരിക്കുന്നത്. വീടുകളുടെ മതിലുകളടക്കം തകർന്ന ഒരു സ്ഥിതിയുണ്ടായി. വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ടാങ്ക് തകർന്നതിന് പിന്നാലെ നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് കുടിവെള്ളം വിതരണം മുടങ്ങുമെന്നാണ് ജല അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. 40 വർഷത്തോളം പഴക്കമുള്ള ടാങ്കാണ് ഇത്തരത്തിൽ തകർന്നിരിക്കുന്നത്. ടാങ്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നടക്കമുള്ള ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.